ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഞാൻ വീണ്ടും പരിശുദ്ധ അമ്മ ഞങ്ങളുടെ വീട്ടിൽ വന്നതിന് ശേഷം 25 വർഷത്തിനുള്ളിൽ നടന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പങ്കുവയ്ക്കാനാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഒരു പ്രാവശ്യം ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു, അമ്മ എങ്ങനെയാണ് വീട്ടിൽ ഇടവകയിൽ നിന്ന് വരുന്നത് എന്ന്. ഇനി അടുത്ത ഭാഗത്തിൽ ഞാൻ പറയാൻ പോകുന്നത്, ഇത് രണ്ടാമത്തെ ഷെയറിംഗ് ആണ് കേട്ടോ. അമ്മയുടെ ഇടപെടലുകൾ ഞാൻ പങ്കുവയ്ക്കുന്ന രണ്ടാമത്തെ ഭാഗമാണിത്. ഞാൻ പറഞ്ഞു വെച്ചല്ലോ, പരിശുദ്ധ അമ്മ വീട്ടിൽ വന്നു. അങ്ങനെ ഒരു വലിയ സഹനത്തിന് അതിജീവിക്കാനാണ് ഞാൻ ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൽ പോകുന്നതും അവിടെ വെച്ചാണ് ഈ കൂനത്തി അമ്മയെ കാണുന്നതും അന്നാണ് ഇതൊക്കെ ദർശനമാണെന്ന് മനസ്സിലാകുന്നതും ഒക്കെ അങ്ങനെയാണ്. അതിനുശേഷം വീണ്ടും ഞാൻ പോട്ട ധ്യാനകേന്ദ്രത്തിലേക്ക് പോയിരുന്നു. കുറേ നാൾക്ക് ശേഷം, അതെന്നാണെന്ന് കൃത്യമായിട്ട് ഓർക്കുന്നില്ല, പോട്ട ധ്യാനകേന്ദ്രത്തിലേക്ക് പോയിരുന്നു. അങ്ങനെ പോട്ടയിൽ വെച്ച് ഈ കാര്യം ഞാൻ നിങ്ങളോട് പങ്കുവെച്ചിട്ടുണ്ടോ എന്നെനിക്ക് ഓർമ്മയില്ല, എങ്കിലും ഞാൻ ഇത് ഒന്ന് ചുരുക്കി പറയുകയാണ്. പോട്ടയിൽ അന്നൊന്നും എനിക്ക് പോട്ടയിൽ പോകുന്നതോ ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൽ പോകുന്നതോ ഒന്നും വലിയ താല്പര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ജീവിതത്തിൽ എപ്പോഴും സഹനല്ലേ, ജീവിതത്തിൽ എപ്പോഴും സഹനമാണ്. എനിക്ക് ഈശോ ഞാൻ ആഗ്രഹിച്ചതൊന്നും തന്നിട്ടുമില്ല. അതുകൊണ്ട് എനിക്ക് വലിയ കാര്യമായിട്ടുള്ള വിശ്വാസമുണ്ട്, വലിയ പ്രത്യാശയൊന്നുമില്ല. എന്തിനെങ്ങനെ ധ്യാനകേന്ദ്രത്തിലേക്ക് പോകണേ എന്നൊരു ചിന്തയാണ്. ആ സമയത്താണ് ഞങ്ങളുടെ കാറ്റഗിസം പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ, ഞാനപ്പോൾ ഇടവകയിൽ അന്നൊരു 35 വർഷം മുമ്പാണ് ഇവിടെ വരുന്നത്. അങ്ങനെ കാറ്റഗിസം സെക്രട്ടറി ആയിട്ട് 4 വർഷം റെക്കോർഡ്സൊക്കെ ഓർഡറാക്കി. പിന്നീട് 21 വർഷം കാറ്റഗിസം പഠിപ്പിച്ചു. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ടീച്ചർമാരായിട്ട് ഞാൻ ഒരു ടീച്ചർക്ക് പോട്ട ധ്യാനകേന്ദ്രത്തിലേക്ക് ഒന്ന് കൂട്ടുവരുമോ എന്ന് ചോദിച്ചിട്ട് എന്നെ കൊണ്ടുപോകുന്നത്. അങ്ങനെ ഞങ്ങൾ പോട്ട ധ്യാനകേന്ദ്രത്തിലേക്ക് പോയി. ധ്യാനകേന്ദ്രത്തിലേക്ക് പോയി അവിടെ അന്ന് ആരാധനയായിരുന്നു, വലിയൊരു ആരാധന. അന്ന് 10,000-30,000 ആളുകളുണ്ടാവും. ഒരു സഹോദരിയാണ് ആരാധന നയിക്കുന്നത്. അങ്ങനെ ആരാധന നയിച്ച് അവിടെ കൗൺസിലിംഗ് ഉണ്ട്. അന്ന് കൗൺസിലിങ്ങിന് ഈ ടീച്ചർ കൗൺസിലിങ്ങിന് വേണ്ടിയാണ് വന്നിട്ടുള്ളത്. അപ്പം ഞാൻ പറയുന്നുണ്ട്, പരിശുദ്ധ അമ്മയുണ്ടല്ലോ കൗൺസിലിംഗ് ചെയ്യാൻ, പിന്നെ എന്തിനീ മനുഷ്യരുടെ അടുത്ത് പോണേ എന്നൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ മാതാവിൽ ഒരു വലിയൊരു സ്റ്റാച്യു വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് വലിയൊരു സുഗന്ധ അഭിഷേകം എനിക്കുണ്ടായി. അപ്പം ഞാനോർത്ത്, കുഴപ്പമില്ലല്ലോ, നല്ല മുല്ലപ്പൂവിൻ്റെ മണമുണ്ടല്ലോ എന്ന് വെച്ച് ഞാനവിടെ നിൽക്കാം ഹാൻഡ് ബാഗ് ഇട്ടിട്ട്. അങ്ങനെ ഹാൻഡ് ബാഗ് ഇട്ട് നിൽക്കുന്ന സമയത്താണ് ഈ ടീച്ചർ കൗൺസിലിങ്ങിനായിട്ട് വരി നിൽക്കുന്നത്. വരി കഴിയുന്നില്ല. അങ്ങനെ ഞാനാകെ അസ്വസ്ഥമായി. നമുക്ക് തൃശ്ശൂർക്ക് എത്തണം ബസ് പിടിച്ച്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് അവിടെ നിൽക്കുന്ന 2 സഹോദരിമാർ എന്നെ കൈകൊട്ടി വിളിക്കുന്നത്, എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട്. എനിക്ക് മനസ്സിലായില്ല, എനിക്ക് പരിചയമില്ലാത്ത ഒരാൾ. അങ്ങനെ ഞാൻ എന്നെയാണോ ചോദിച്ച് ഞാൻ അവരുടെ അടുത്ത് പോകണം. അപ്പം അതിലൊരു സഹോദരി, മറ്റേ സഹോദരി പറഞ്ഞു, ഇവരാണ് ഇന്ന് ആരാധന നയിച്ചത്. എന്നിട്ട് പറഞ്ഞു, ഈ ആരാധനയുടെ സമയത്ത് നിങ്ങളെയാണ് കർത്താവ് കാണിച്ചു തന്നെ. അപ്പം ഞാൻ പറഞ്ഞു, എന്നെയോ? നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ല. അപ്പോൾ അവർ പറഞ്ഞു, അതെ, നിങ്ങളെ തന്നെ കാണിച്ചു തന്നു. ഞാൻ എന്തിനാണ് അവ കാണിച്ചു തന്നെ? അന്ന് എല്ലാവരും എതിർ മനോഭാവത്തോടു കൂടിയാണ് ചോദിക്കുകയുള്ളൂ. കാരണം വിശ്വസിക്കാൻ, വളരെ പ്രത്യാശയോടു കൂടി വിശ്വസിക്കാൻ തക്ക സമാധാനമൊന്നും എനിക്ക് അന്ന് തന്നിട്ടില്ല കർത്താവ്. അപ്പം അതുകൊണ്ട് ഞാൻ ചോദിച്ചു, എന്തിനാണ് അവ കർത്താവ് എന്നെ കാണിച്ചു തന്നത്? നീ പുതിയ വല്ലതും തരാനാവും. അങ്ങനെ ഇതെൻ്റെ ഈ ദൈവികതയിലേക്ക് വരുന്നതിൻ്റെ തുടക്കമാണ് കേട്ടോ. അങ്ങനെ അപ്പോൾ ആ സഹോദരി പറഞ്ഞു, നിങ്ങളെനിക്ക് കാണിച്ചു തന്നതേ, നിങ്ങൾക്ക് എന്തോ ഒരു വലിയ സഹനം വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ പ്രാർത്ഥന തുടങ്ങണേക്കാൾ മുമ്പാണ് ഇങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ എന്നിട്ടാണ് ഞാൻ ഈ പ്രാർത്ഥനയ്ക്ക് വരുന്നത്, ഈ സഹനം വരുന്നത്. അതിന് മുമ്പ് ഞാൻ പ്രത്യാശയോട് കൂടി ജീവിതത്തിലേക്ക് വന്ന ആളാണല്ലോ.
അപ്പോൾ ഇവിടെ പ്രത്യാശ നശിച്ചു. അപ്പോഴാണ് പിന്നെ ഇങ്ങനത്തെ കുറേ ഇടപെടലുകൾ. അപ്പോൾ ഈ സഹോദരി അന്ന് പറഞ്ഞു, നിങ്ങൾക്ക് തൊണ്ടയിൽ എന്തോ പ്രശ്നമുണ്ട്, പരിശുദ്ധ അമ്മയും ഈശോയും നിന്നിട്ട് പൊട്ടിക്കരയാണ് നിങ്ങളെ നോക്കിയിട്ട്, നിങ്ങളുടെ ഇവിടെ ഇങ്ങനെ വീർത്ത് വരുന്നുണ്ടെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്തോ സഹനം വരുന്നുണ്ട്. അപ്പോൾ ഉടനടി ഞാൻ പറഞ്ഞു, എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആകെ ഈ മാതാവിൻ്റെയും കർത്താവിൻ്റെ അടുത്തേക്ക് പോവാം. അപ്പോൾ അവർ എന്നെ നോക്കി അറിയാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആരുടെ അടുത്ത് പോകാമെന്ന് ചോദിച്ചു. തർക്കുത്തരം പറഞ്ഞത് അന്ന് കൗണ്ടർ അടിക്കൽ കുറച്ച് കൂടുതലാണല്ലോ. അപ്പോൾ ഞാൻ ഞാൻ ആരുടെ അടുത്തേക്ക് പോവാ. അപ്പോൾ അവർ പറഞ്ഞു, വേണ്ട കളിയാക്കൊന്നും വേണ്ട, പക്ഷെ നിങ്ങൾക്ക് എന്തോ സഹനം വരുന്നുണ്ട്. ഞാൻ അങ്ങനെ സഹനം വരുന്നുണ്ടെന്ന് പറയാണ്ട് എന്താണ് സഹനം എന്ന് പറയും. അപ്പോൾ അവർ നിശ്ചയിച്ചു നിങ്ങൾ തൊണ്ടയിൽ ക്യാൻസറാണെന്ന്. അപ്പോൾ അന്ന് മുതൽ തെറ്റിപ്പായിട്ടാണ് പറഞ്ഞതെങ്കിലും ഈ ക്യാൻസർ എൻ്റെ പിന്നാലെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ക്യാൻസറാണ്. അപ്പം ഞാൻ ക്യാൻസർ വന്നതിനാണോ ഇങ്ങനെ മാതാവും കർത്താവും പൊട്ടി പൊട്ടി കരയുന്നത്? മനുഷ്യരായി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരിക്കലും മരിക്കണമല്ലോ. അപ്പോൾ ക്യാൻസർ ആകാം, വണ്ടി അപകടമാകാം, ഇതിന് ഈ സ്വർഗ്ഗിരുന്ന് കരയണേ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഇത് നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. അങ്ങനെ ഞാൻ അവിടെ നിന്ന് പോരുകയാണ്. അങ്ങനെ പോന്ന് ഇവിടെ വന്നപ്പോൾ ഞാനിത് നിങ്ങളോട് പങ്കുവെച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ ഒരിക്കൽ കൂടെ പറയാം പെട്ടെന്ന്. എന്നിട്ട് ഞാൻ ഇന്നത്തെ എൻ്റെ മാതാവിൻ്റെ ഇടപെടൽ പറയാം. അപ്പോൾ ഈ അങ്ങനെയാണ് മാതാവും കർത്താവും സന്ദേശങ്ങൾ കൊടുക്കുക. ഇവിടെ വന്നിട്ട് ഞാൻ ഓർത്ത്, ഞാൻ വിശ്വസിക്കുന്നൊന്നുമില്ല ഇത്, എങ്കിലും ചെറിയൊരു ഉള്ളിലൊരു ചോദ്യം, ക്യാൻസറാണോ? അങ്ങനെ ഞാൻ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്. ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ പോയിട്ടാണ് ഡോക്ടർ മിസ്ട്രി ആണെന്ന് തോന്നുന്നു, ഈ തൊണ്ടയുടെ ആൾ. അവിടെ പോയിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ഓൾറെഡി ഞാൻ ക്യാൻസറാണെന്ന് തീരുമാനിച്ചു. ഞാനപ്പോൾ ഡോക്ടറോട് പറഞ്ഞു, എനിക്കിവിടെ ക്യാൻസറാണെന്ന് തോന്നുന്നു. അപ്പോൾ ഡോക്ടർ അതെയോ എന്ന് ചോദിച്ചു. ശരി എന്നിട്ട് ആൾ സ്റ്റെത്തെടുത്ത് പോകാൻ നിൽക്കുക. അപ്പോൾ ഞാൻ അതെൻ്റെ ഡോക്ടർ പോണേ. അപ്പോൾ പറഞ്ഞല്ല, നീ തന്നെ നിനക്ക് ക്യാൻസർ എന്ന് പറഞ്ഞല്ലോ, ഇനി നീ തന്നെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയോളാൻ പറഞ്ഞു. അപ്പോൾ എന്നാലും എനിക്കിങ്ങനെ തോന്നുന്നതാന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ ഇരുന്ന് എൻഡോസ്കോപ്പിയൊക്കെ ഇങ്ങനത്തെ വായക്കോടൊക്കെ ഇറക്കി ചെക്ക് ചെയ്തു. എനിക്ക് ക്യാൻസർ ഒന്നുമില്ല. അങ്ങനെ വരുമ്പോൾ പുറത്തേക്ക് കടന്നപ്പോഴാണ് എനിക്കൊരു പേടി വന്നത്. കാരണം ക്യാൻസർ അല്ല, സ്വർഗം എന്നെ നോക്കി പൊട്ടിക്കറിയണമെന്ന് പറയുന്നു. അപ്പോൾ എന്തെങ്കിലും ഒരു വലിയ സഹനം വേറെ വരുന്നുണ്ട് എന്ന് ഞാൻ എൻ്റെ ബുദ്ധിയിൽ ഞാൻ ചിന്തിച്ചു. ഇവർക്ക് സന്ദേശം കർത്താവ് മറച്ചു കൊടുത്തതാണെന്ന് അന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഇപ്പം എനിക്ക് ചെറിയ സന്ദേശങ്ങൾ മറച്ചു വെച്ച് തരും. അങ്ങനെ ഞാൻ കാത്തിരുന്നു എന്താണ് അവ സംഭവിക്കാൻ പോകുന്നത്. അങ്ങനെയാണ് 2000 വർഷത്തിൽ 2000 ആണ്ടിൽ എൻ്റെ ജീവിതത്തിൽ ഒരു സഹനം വരുന്നതും ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകുന്നതും. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇവിടെ വീർത്ത് കാണിച്ചു കൊടുത്തതും ഇതെല്ലാം വലിയൊരു സിഗ്നലാണ്, അതായത് ഒരു മുന്നറിയിപ്പായിരുന്നു. പക്ഷെ മനസ്സിലായില്ല. ഇങ്ങനെ കുറേ മുന്നറിയിപ്പുകൾ കർത്താവ് ഇപ്പം എൻ്റെ ജീവിതത്തിൽ തന്നിട്ടുണ്ട്, എനിക്ക് മനസ്സിലാവാറില്ല. അങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ സഹനം വരുന്നത്. അപ്പോൾ ഓരോ സഹനം വരുമ്പോഴും പല വ്യക്തികളെ കൂടെ കർത്താവ് പലതരത്തിൽ ഒരു ക്ലൂ തരാറുണ്ട്. അത് ഇന്നും തന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ, ഞാൻ വഴിയെ പറഞ്ഞു തരാം. അപ്പോൾ ഇങ്ങനെ സംഭവിക്കാൻ പോകുന്നുണ്ട് എന്ന് നീ ബലപ്പെട്ടോ, നിനക്ക് സഹനം വരുന്നുണ്ട് എന്നൊരു മുന്നറിയിപ്പ് എനിക്ക് കിട്ടാറുണ്ട്. അങ്ങനെ പിന്നീടാണ് സഹനം വരുന്നതും മാതാവ് നമ്മുടെ വീട്ടിൽ വരുന്നതും പിന്നീട് പ്രാർത്ഥന തുടങ്ങുന്നതും. മാതാവാണ് പ്രാർത്ഥന തുടങ്ങുന്നത്. അതിനുശേഷം ഞാനൊരിക്കൽ പോട്ടാശ്രമത്തിൽ ഒരു ധ്യാനത്തിന് പോയി. ധ്യാനം എന്ന് പറഞ്ഞാൽ 1 ഡേ റിട്രീറ്റ്. അന്ന് കുട്ടിമാത്തച്ഛനാണ് അവിടെ ക്ലാസ് കൊടുത്തിരുന്നത്. എല്ലാം കഴിഞ്ഞു. പുരുഷാരങ്ങളുണ്ട്, ഇന്നത്തെ പോലെയല്ല. അന്ന് പോട്ട മാത്രമേ ഉള്ളൂ, ഇങ്ങനത്തെ ഒരു കരിസ്മാറ്റിക് മോഡല്. അവിടെ നിന്നാണ് തുടങ്ങുന്നത്. അങ്ങനെ ആ ധ്യാനം കഴിഞ്ഞ് ഞാൻ എല്ലാവരും ഇങ്ങനെ തിക്കി വരുമ്പോഴാണ് ഞാൻ പെണ്ണുങ്ങളുടെ ഭാഗത്തോടെ വരുന്നു, കുറേ ആണുങ്ങളുടെ ഭാഗത്തോടെ പോകുന്നു. അപ്പോഴാണ് ഞാൻ രണ്ടാമത് കർത്താവിൻ്റെ സ്വരം കേൾക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ വരുന്ന സമയത്ത് കഴിഞ്ഞിട്ടില്ലേ, ധ്യാനം കഴിഞ്ഞു എല്ലാം കഴിഞ്ഞ ആളുകൾ പോകുന്നതിന് മുമ്പ് അച്ഛൻ വീണ്ടും പറഞ്ഞു, 1 മിനിറ്റ് ഒരു സന്ദേശം കൂടി ഈശോ തരുന്നുണ്ട്. ഇന്നിവിടെ വന്നതിൽ 2 വ്യക്തികൾക്ക് ബൈബിളിലൂടെ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ പ്രവചന വരം കൊടുക്കുന്നുണ്ട് എന്നത്. അപ്പം ഞാനോർത്താ എന്തൊക്കെ വരങ്ങളൊക്കെ ഉണ്ട്. അന്നൊന്നും ഇങ്ങനെ പരിശുദ്ധാമൻ്റെ വരദാനെ കുറിച്ച് അറിയുന്നുണ്ട്. അപ്പം ഞാനോർത്താ വരങ്ങളൊക്കെ ഉണ്ടായിരിക്കും എന്ന് വെച്ചാൽ ഞാൻ എന്തായാലും ബസ് കയറി പോകണ്ടേ. തിക്കി വരുമ്പോഴാണ് എൻ്റെ ചെവിയുടെ ഭാഗത്തൊരു പുരുഷൻ്റെ സ്വരം ഞാൻ കേൾക്കുന്നത്. അതിലൊരാൾ നീയാണ് എന്ന്. അപ്പം ഞാനോർത്തത് ആരും ഇവിടെ ഏത് ആണുങ്ങളെ തിക്കി പെണ്ണുങ്ങളുടെ അതിൽ കൂടെ വരണേ. അങ്ങനെ നോക്കുമ്പോൾ ആരുമില്ല. അപ്പം അതിലൊരാൾ നീയാണ്, അതെൻ്റെ മനസ്സിലുണ്ട്.
വീട്ടിൽ വന്നു ഞാൻ പിന്നെ പണികളും പ്രാരാബ്ധമൊക്കെ ഇപ്പം ആ കേട്ട സ്വരം ഞാൻ മറന്നു കളഞ്ഞു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇതും നിങ്ങളോട് പങ്കുവെച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഓർഡർ പ്രകാരം പറഞ്ഞപ്പോൾ ഇതൊന്ന് പറഞ്ഞു പോകുന്നതെന്നുള്ളൂ. ഞാൻ എൻ്റെ ഉമ്മറത്ത് അന്നൊന്നും നമുക്ക് ഇവിടെ മൊബൈൽ ഫോണില്ല, ലാൻഡ് ഫോണും ഇല്ല. തൊട്ടപ്പുറത്തെ വീട്ടിലാണ് ലാൻഡ് ഫോൺ ഉള്ളത്. ഈ തൊട്ടപ്പുറത്തെ വീട്ടുകാരൊക്കെ വന്നിട്ടുള്ളത് ഞാനിവിടെ വന്ന് കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് കേട്ടോ. കാരണം എല്ലാവരും ഒറ്റപ്പെട്ട് ജീവിക്കാൻ ആഗ്രഹിക്കണില്ലല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനൊരു 26 വയസ്സുള്ള ഒരു പെണ്ണും ഒരു 1.5 വയസ്സുള്ളൊരു കുട്ടിയും കൂടി ഈ ഒരു ദ്വീപിലേക്ക് പാർക്കാൻ വന്നിരിക്കുന്നത്. അതും ടൗണിൽ നിന്നാണ് വന്ന് പാർക്കുന്നത്. അപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും സ്ഥലം വാങ്ങിയവർക്കൊക്കെ സമാധാനമായി, എന്തായാലും ഒരു വീട് വന്നല്ലോ. അങ്ങനെയാണ് അവരിവിടെ വന്നു തുടങ്ങിയത്. അപ്പോൾ ഞാൻ അന്ന് അവർക്ക് ഫോണുണ്ട്. അപ്പം ഞാൻ ഈ ഉമ്മറത്ത് നിന്ന് ഫോൺ അടിക്കുന്നത് നോക്കി നിൽക്കുക. ഫോൺ ബെല്ലടിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ വിചാരം അവരുടെ വീട്ടിലടിക്കുന്ന ഫോൺ എല്ലാതും എനിക്കുള്ളതാണെന്നാണ്. അതാണല്ലോ മനുഷ്യൻ്റെ തെറ്റിദ്ധാരണ. അപ്പോൾ എന്നെ വിളിക്കും. അതായത് എൻ്റെ വീട്ടിലും എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലും ഫോണുണ്ട്. അപ്പോൾ അവർ ഞങ്ങൾ വിളിക്കുന്നതായിരിക്കും, അമ്മ വിളിക്കുന്നതായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഉമ്മറത്ത് ഫോൺ അടിക്കുമ്പോൾ പോയി നോക്കണേ. ആ പരിപാടി പിന്നെ നിർത്തി ഞാൻ. കാരണം അവരുടെ വീട്ടിലേക്കുള്ള ഫോണാണ് വരണത്. ഞാൻ വെറുതെ നിന്ന് കാത്തിരിക്കുക. എങ്കിലും ഒരു ഫോൺ അടിക്കുമ്പോൾ നോക്കും എന്നെ വിളിക്കുന്നുണ്ടോ എന്ന്. അങ്ങനെ ഫോൺ അടിച്ചപ്പോൾ ഞാൻ ഉമ്മറത്ത് എൻ്റെ ഭർത്താവിനെ ജോലിക്ക് പറഞ്ഞേക്കുക. അതായത് തറവാട്ടിലേക്ക് ജോലിക്ക് പോകുന്ന സമയമാണ്. തറവാട്ടിൽ നിന്ന് പിരിഞ്ഞ് ഇവിടെ വന്നത് സമയം. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഫോൺ അടിച്ചപ്പോൾ അത് കാത്തു നിൽക്കുന്ന ഞാൻ, എൻ്റെ ഭർത്താവും ഉണ്ട്, ഫ്രാൻസ് ചേട്ടനും കൂടി ഉണ്ട്. പോകാനായിട്ട് സ്കൂട്ടർ എടുത്ത് പോകാൻ നിൽക്കുക. ഒരു പഴയ സ്കൂട്ടർ ഉണ്ട് അന്ന്. അങ്ങനെ ഞങ്ങൾ നോക്കിയ സമയത്ത് എനിക്ക് നല്ല സുഖം. ഞാൻ ചവിട്ടി നിൽക്കുന്നത് ഒരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ചകിരി ചോറുമയാണെന്ന് എനിക്ക് തോന്നി. ചകിരിയുടെ ഉൾഭാഗം ആരാണ് ഈ ചകിരിച്ചോറ് ഇവിടെ കൊണ്ടിട്ടേക്കണമെന്ന് വെച്ചാൽ ഞാൻ നോക്കിയപ്പോൾ ഇത് ഞാൻ നിങ്ങളോട് പങ്കുവെച്ചിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. രക്തമണലി പാമ്പ് ചുരുണ്ട് കിടക്കുന്നതിൻ്റെ മേലെയാണ് ഞാൻ നിൽക്കുന്നത്. അങ്ങനെ അത് വലിയൊരു വിഷയമായി. എല്ലാവരും ഓടി വന്നു. യൂണിയൻകാരാണ് അന്ന് രക്ഷ, വേറെ വീട്ടുകാരൊന്നുമില്ല, ഇവർ മാത്രമേ ഉള്ളൂ. അപ്പോൾ യൂണിയനിൽ ആളുകളൊക്കെ വന്നു, ചേച്ചി ഇത് കടിച്ചോ നക്കിയോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ അവനെ ചവിട്ടി നിൽക്കുകയെന്ന് തോന്നുന്നു. അങ്ങനെ അതിനെ കൊന്നു. പറഞ്ഞു കടിക്കൊന്നും വേണ്ട, തരത്തോടെ പോയാൽ മതി, നക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞു. എന്തായാലും അന്ന് ഞാൻ ചത്തില്ല. അങ്ങനെ ഇത് പല പ്രാവശ്യം പാമ്പുകൾ എൻ്റെ പിന്നാലെ വന്നിട്ടുണ്ട്. പിന്നാലെ വരില്ല, ഞാൻ പാമ്പുകളെ പോയി പിടിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ചത്തില്ല അണലിപ്പാമ്പ്. അത് എല്ലാവരും കാഴ്ചക്കൊക്കെ ഇട്ട് അവർ പോയി. എൻ്റെ ഭർത്താവും പോയി. കുഴപ്പമൊന്നുമില്ലല്ലോ നിനക്കെന്ന് ചോദിച്ചാൽ അങ്ങനെ പോയി. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ എൻ്റെ കുട്ടികളെയൊക്കെ സ്കൂളിൽ വിട്ട് ഞാൻ എൻ്റെ വീട്ടിലിങ്ങനെ ഇരിക്കുക. ഇതെന്തായിരിക്കും ഇതിൻ്റെ അർത്ഥം? അപ്പോഴാണ് അതിലൊരാൾ നീയാണെന്നുള്ള പ്രവചന സന്ദേശം കേൾക്കുന്നത്. വീണ്ടും ഓർമ്മയിൽ വരണേ. അപ്പം ഞാൻ ഓർത്തു, ബൈബിളിൽ കൂടെ അങ്ങനെ പ്രവചനം വരണ്ടെന്നല്ലേ പറഞ്ഞേക്കണേ, ഒന്ന് നോക്കാം എന്ന് പറഞ്ഞ് ഞാൻ ബൈബിള് തുറക്കുമ്പോൾ കിട്ടിയ വചനാണ് സങ്കീർത്തനം 91:13. സിംഹത്തിൻ്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും, അവ നിന്നെ ദംശിക്കുകയില്ല. അപ്പം അന്ന് എനിക്ക് മനസ്സിലായി എന്തൊക്കെയോ കിടക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ ബൈബിളിൽ നിന്ന് ഈ ഒരു വചനം കിട്ടണ്ടല്ലോ. അങ്ങനെയാണ് ഞാൻ ഈ പ്രവചന വരത്തിൻ്റെ ഇതിലേക്ക് വരാൻ തുടങ്ങിയത്. അതിനുശേഷം ഒരുപാട് അനുഭവങ്ങൾ ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. മരണം മുന്നറിയിപ്പ് തരുന്നതും കുറേ കാര്യങ്ങൾ മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. ചിലതൊന്നും മനസ്സിലാവാറുമില്ല കേട്ടോ, ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് കുറേയൊക്കെ. അങ്ങനെയാണ് കോട്ടയിൽ നിന്ന് എനിക്കുണ്ടായ രണ്ടാമത്തെ ഒരു അനുഭവം, ഈശോയുടെ സ്വരം കേൾക്കുന്നത്. അവിടെ നിന്നാണ് എൻ്റെ സഹനത്തിനൊക്കെ മുന്നറിയിപ്പ് തന്നിട്ടുള്ളതും. അതൊന്നും കൂട്ടി യോജിപ്പിച്ച് വായിക്കാൻ എനിക്കന്ന് അറിവില്ലായിരുന്നു. ഇപ്പോഴാണ് മനസ്സിലാകുന്നത് സഹനം വരുന്നതിനേക്കാൾ മുൻപ് പോട്ടയിൽ വെച്ച് സന്ദേശം തന്നിരുന്നു. സഹനം വന്നപ്പോൾ മാതാവ് വന്നതിനെക്കുറിച്ച് മാത്യു നായ്ക്കമ്പലച്ചനോടെയും വെളിപ്പെടുത്തൽ കിട്ടി. മാതാവിൻ്റെ കൂടെ നടക്കാനാണ് ഇങ്ങനെയൊക്കെ സഹിക്കാൻ വിട്ടിരിക്കുന്നത്. അല്ലാത്ത സഹനമാണ് കേട്ടോ ഇത്. ദൈവത്തിൻ്റെ പിന്നാലെ പോകാമെന്ന് വെച്ചാൽ പിന്നെ ലോകത്തിൻ്റെതായ എല്ലാം വിടേണ്ടി വരും. അങ്ങനെയാണ്. പിന്നീടാണ് ഈ അതിലൊന്ന് നീയാണെന്നുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ആദ്യം സഹനം മുന്നറിയിപ്പ് തന്നു, പിന്നെ മാതാവ് വന്നു, അത് കഴിഞ്ഞ് പ്രവചന വരം തന്നു. അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രിയ കൂട്ടുകാരെ, ഞാൻ ഇന്ന് നിങ്ങളോട് ഇതൊരു ഇൻട്രഡക്ഷൻ പോലെ മുന്നോട്ട് കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ഇന്ന് പറയാൻ തുടങ്ങുന്നത് പിന്നീട് എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു വലിയ സഹനമാണ്. ഇന്ന് എൻ്റെ അച്ഛൻ മോൻ കെൽവിൻ, ഫാദർ കെൽവിൻ, ആ അച്ഛൻ ഒരു അനുഭവമാണ് ഇന്ന് ഞാൻ പറയുന്നത്. ഇതിലൂടെ ഞാൻ നിങ്ങളോട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്
നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ സഹനങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ചോ, അതൊന്നുകിൽ ദേശത്തിൻ്റെ വിശദീകരണത്തിന്, നിങ്ങളുടെ ഇടവകയുടെ വിശദീകരണത്തിന്, അനേകം മക്കളുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട്, അതുമാത്രമല്ല ദൈവത്തിൻ്റെ മഹത്വം എപ്പോഴെങ്കിലും വെളിപ്പെടുത്തി തരാനും വേണ്ടിയാണ് ഇങ്ങനെ സഹനങ്ങൾ തരുന്നത്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് അതാ മനസ്സിലായത്. അങ്ങനെ ഞാൻ 2007 അപ്പോൾ 2000-ലാണ് പ്രാർത്ഥന തുടങ്ങുന്നത്. അവിടെ നിന്ന് 7 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ മകൻ അന്ന് 9ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഇതൊക്കെ ഞാൻ നിങ്ങളുടെ ഇടയിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. റിപ്പീറ്റേഷൻ ആണെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. അങ്ങനെ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒല്ലൂർ ഹോളി ഏഞ്ചൽസ് സ്കൂളിലാണ് പഠിക്കുന്നത്. പഠിച്ച് 9ാം ക്ലാസ് 8ാം ക്ലാസ് കണ്ട് കഴിഞ്ഞപ്പോൾ അവന് സൈക്കിൾ വേണമെന്ന് പറഞ്ഞ് 2 പേർക്ക് സൈക്കിൾ വാങ്ങിക്കൊടുത്തു. ഈ രണ്ടാമത്തെ പുത്രൻ സൈക്കിളും കൊണ്ടുവരുന്ന സമയത്ത് എനിക്ക് ഒന്നറിയില്ല. എനിക്ക് അന്നുണ്ടായത് ഒരു ഫോൺ കോൾ വരികയാണ്. അപ്പോഴേക്കും ഞങ്ങളുടെ വീട്ടിൽ ഫോണായി, ലാൻഡ് ഫോണായി. അപ്പോൾ ഫോണിൽ വന്നു, കെൽവിൻ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ ബാഗ് ഇവിടെ കമ്പനിപ്പടിയിൽ ഒരു കടയിലുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അവന് കമ്പനിപ്പടിയിൽ കടയില്ല, അവന് സ്കൂളിൽ പോയിട്ട് അവനെപ്പോൾ എവിടെയാന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു കുട്ടിക്കൊരു ചെറിയ ആക്സിഡൻ്റ് ഉണ്ടായിട്ട് കൊണ്ടുപോയിരിക്കുകയെന്ന് പറഞ്ഞ് അവർ ഫോൺ വെച്ചു. ഇത് ഏത് നമ്പറൊന്നും അന്ന് കണ്ടുപിടിക്കാനും പറ്റില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ എൻ്റെ ഫ്രണ്ട് കമ്പനിപ്പടിയിൽ ഉണ്ട്. ഞാൻ ഒല്ലുകാരിയാണല്ലോ. അപ്പോൾ ഒല്ലൊരു ഭാഗത്തുള്ള കൂട്ടുകാരൊക്കെ ഉണ്ട്. അവിടേക്ക് ഞാൻ വിളിച്ച് ചോദിച്ചു, അവിടെ കമ്പനിപ്പടിയിൽ വല്ല അപകടം നടന്ന അവിടെ ചോദിച്ചു. അപ്പം ലിസെ ഒരു 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യൻ, അതിന് വെള്ളാമ്പറമ്പിൽ എന്ന് പറഞ്ഞൊരു ബസ് ഇടിച്ചിട്ടു. എന്നിട്ട് ഇതിപ്പോൾ ആകെ ബഹളം ഇവിടെ. അപ്പോൾ ഞാൻ എന്നിട്ട് എന്ന പേരറിയും, പേരൊന്നും അറിയില്ല ലിസ, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യനാണെന്ന്. ഞാൻ ഈ പയ്യനെ എങ്ങോട്ട് കൊണ്ടുപോയി? എനിക്ക് മനസ്സിലായി എൻ്റെ മോനെ. ഈ പയ്യനെ എവിടേക്ക് കൊണ്ടുപോയി ചോദിച്ചു. ഏത് ഹോസ്പിറ്റലിലേക്ക് ആംബുലൻസ് വന്ന് കൊണ്ടുപോയിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു എങ്ങനെയുണ്ട്? ഞാൻ അത് മരിച്ചു എന്നാ തോന്നുന്നു ആലീസേ, ആ പയ്യന് ബോധമൊന്നുമില്ല എന്ന്. ഇത് പറയുന്നത് അത് എൻ്റെ മോനാണെന്ന് അവർക്കറിയില്ല. ഞാൻ ശരിയെന്ന് പറഞ്ഞ ഫോൺ വെച്ചു. ഞാനങ്ങനെ എന്തായിരിക്കും എൻ്റെ അവസ്ഥ എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അപ്പം അതിൻ്റെ പുറകിൽ വേറൊരു കാര്യം കൂടി സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ഒരു പുരോഹിതൻ പറഞ്ഞിട്ട് തന്നെ, ഒരു ഫ്രണ്ടും പറഞ്ഞിട്ട്, വേറൊരു മകൻ നമ്മുടെ കേരളത്തിൻ്റെ ബോർഡറിൽ ഒരു മകൻ വയ്യാതെ കിടക്കുന്ന സമയത്ത് ഞാൻ അവിടെ പോയിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം അന്ന് ആൾക്ക് ഡെങ്കുപ്പനിയാണ്, ആ മകന് ഡെങ്കുപ്പനിയാണ്. അങ്ങനെ ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ചിങ്ങോട്ട് പോന്നപ്പോഴേക്കും ആ മകൻ പിന്നീട് പറഞ്ഞു പനിയൊക്കെ മാറി പെട്ടെന്ന് ക്യൂറായി എന്ന്. അങ്ങനെ അവൻ അവിടെ നിന്ന് ഡെങ്കുപ്പനിയിൽ നിന്ന് മോചിക്കപ്പെട്ട് തിരിച്ചു വരാണ് ഇവിടെ ഇവിടേക്ക് തൃശ്ശൂർക്ക്. അപ്പോൾ വലിയ സന്തോഷമായി. അപ്പോൾ അവൻ പറഞ്ഞു എൻ്റെ രോഗമൊക്കെ മാറി, ഞാൻ എന്താ ചെയ്യണ്ടേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു ഒരു കുന്ന് മുല്ലപ്പൂ കൊണ്ടുവന്ന് നടന്നു. അപ്പോൾ കോയമ്പത്തൂരിൽ നിന്ന് കുറേ മുല്ലപ്പൂ കൊണ്ടുപോയി. അപ്പോൾ നമുക്കിവിടെ ചൊവ്വാഴ്ച പ്രാർത്ഥനയിൽ ഇടാലോ എന്ന് പറഞ്ഞു. അങ്ങനെ വരുന്ന സമയത്താണ് ഇവിടെ എൻ്റെ മകന് ബസ് ഇടിച്ച് മരിച്ചെന്ന് കേൾക്കണേ. പിന്നെ അത് ഭയങ്കര ഫ്ലാഷായി, എല്ലാവരും വന്നു. എവിടേക്കാണ് കൊണ്ടുപോയേക്കണമെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അപ്പോഴേക്കും ഇങ്ങനെ വിളിച്ച് ചോദിക്കാൻ ഇരിക്കുന്ന സമയത്ത് എനിക്കിങ്ങോട്ട് ഫോൺ വന്നു. ഞങ്ങളുടെ തന്നെ യൂണിറ്റിലെ ഒരു കുടുംബനാഥൻ ജൂബിലി മിഷനിലാണ് സെക്യൂരിറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ആൾ വിളിച്ചിട്ട് പറഞ്ഞു മിഷൻ ഹോസ്പിറ്റലിലേക്ക് നമ്മുടെ കെൽവിമോനെ കൊണ്ടിട്ടുണ്ടെന്നു. അങ്ങനെ ഞങ്ങൾ ശരിക്കും ആ ഫോൺ വരുന്നേക്കാൾ മുൻപ് ഞാൻ എൻ്റെ ഭർത്താവിനെ വിളിച്ചു. മുകളിലാണ് അന്ന് പണി നടക്കണേ, ഫ്രെയിം വർക്ക്. ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങോട്ട് ഓടി വാ, ഇറങ്ങി വാന്ന്. എന്തേ എന്ന് ചോദിച്ചു. ഞാൻ ഇവിടെ മോൻ്റെ ബോഡി കാണാൻ പോകണ്ടേ എന്ന് ചോദിച്ചു. അപ്പോൾ നീ എന്തുട്ടി പറയണേ? ഞാൻ കെൽവിൻ്റെ ബോഡി കാണാൻ ജൂബിലി മിഷനിലേക്ക് പോവാം. കെൽവിനെ അവിടെ വെള്ളാമ്പറമ്പിൽ ബസ് ഇടിച്ചിട്ട് കമ്പനിപ്പടി വെച്ചിട്ട് ബസ് ഇടിച്ച് മരിച്ചു എന്നാണ് പറയണവർ. അപ്പോൾ ഇങ്ങോട്ട് ചോദിച്ചു നിനക്ക് പ്രാന്തുണ്ടാ ചോദിച്ചു. ഞാൻ പ്രാന്തൊന്നല്ല, ഇത് സത്യമായിട്ടുള്ള കാര്യം. ഡ്രസ്സ് മാറി നമുക്ക് പോവാം മോൻ്റെ ബോഡി കാണാൻ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഈശോയോട് ചോദിച്ചു, കർത്താവേ എന്തിനാണ് നീ എനിക്കിങ്ങനെ മേൽക്കുമേൽ സഹനം തരണേ? അപ്പം ഞാൻ ഓർത്തു ഇതിൻ്റെ പിന്നിലൊക്കെ വലിയ ഒരു പദ്ധതി ഉണ്ടാവാം, ഇനിയും സഹനങ്ങൾ ഇങ്ങനെ തരുമ്പോൾ.
ആ സമയത്ത് ഈ ഹോളി സ്പിരിറ്റിൻ്റെ സ്വരം കേൾക്കുന്ന പോലെ തന്നെ സാത്താൻ്റെ സ്വരം കേൾക്കാൻ പറ്റും. അപ്പം സാത്താൻ എന്നോട് സംസാരിക്കുന്നത് നിൻ്റെ മോനെ ഞാൻ കൊല്ലും എന്ന്. അപ്പം ഞാൻ ഓർത്തു കൊല്ലും. ഈ ചെറുത്താന്മാർ ചിലപ്പോഴൊക്കെ അറിയാണ്ട് സത്യം പറഞ്ഞു പോകും. അവിടെ മരിച്ചിട്ടില്ലേ, അപ്പോൾ കൊല്ലും എന്നാണ് ഫ്യൂച്ചർ ടെൻസാണ് വരണേ. അപ്പം ഞാൻ അപ്പം മരിച്ചിട്ടില്ലല്ലേ. അപ്പം ഞാൻ ഉടനടി എനിക്ക് അന്നും ഇന്നും സാത്താനെ ഭയങ്കര ദേഷ്യമാണ്, എനിക്കൊരു പേടിയില്ല, ഞാനിങ്ങനെ ഫൈറ്റ് ചെയ്യും. അപ്പം ഞാൻ പറഞ്ഞു നീ പോടാ എന്ന് പറഞ്ഞാൽ, ജീവൻ്റെയും മരണത്തിൻ്റെയും നാഥൻ എൻ്റെ കർത്താവാ. ജോബിനെ പോലെ എന്നെ സഹിപ്പിക്കുമെങ്കിലും ജീവൻ്റെ മേലെ നിനക്ക് അധികാരമൊന്നും തന്നിട്ടില്ല. എൻ്റെ മകൻ മരിക്കുകയാണെങ്കിൽ എൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ അവൻ എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും. എൻ്റെ മകൻ ഇവിടെ ജീവിക്കുകയാണെങ്കിൽ, അപ്പോൾ അവൻ പുരോഹിതനാവണമെന്ന് സെമിനാരിൽ പോകണമെന്ന് പറഞ്ഞിരിക്കുന്ന സമയമാണ്. എൻ്റെ മകൻ ഇവിടെ ജീവിക്കുകയാണെങ്കിൽ, ദൈവം അനുവദിക്കുകയാണെങ്കിൽ അപ്പോൾ പുരോഹിതനായിട്ട് ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യും. നീ പോടാന്നു. എന്നിട്ട് ഇരിക്കുമ്പോഴാണ് ഈ ഫോൺ വരണ കെൽവിനെ കൊന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി മരിക്കുന്ന അവസ്ഥയായിരിക്കും, മരിച്ചിട്ടില്ല. അങ്ങനെ ഞങ്ങൾ പോകുന്നു. ജൂബിലി മിഷനിൽ ICUയുടെ മുമ്പിൽ നിൽക്കുകയാണ്. 5 ദിവസം അവിടെ നിന്നു. ഓർമ്മ വന്നിട്ടില്ല. ഭയങ്കര ബഹളമായിരുന്നു. വണ്ടിക്കാരും പോലീസുകാരൊക്കെ തമ്മിൽ എല്ലാവരും ഡോക്ടർ പിരിച്ചു വിട്ടു. അവർ കോംപ്രമൈസ് തന്ന് പോവാനാണ് നിന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒന്നും പറയാറായിട്ടില്ല, കുട്ടിക്ക് ബോധം വന്നിട്ടില്ല, നിങ്ങളെല്ലാവരും പിരിഞ്ഞു പോകും, കേസയക്കാൻ മതി എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കോയമ്പത്തൂരിൽ നിന്ന് വന്ന മകൻ എന്നോടൊരു ചോദ്യം ചോദിച്ചു. എന്നെ പ്രാർത്ഥിച്ച് ഞാൻ ഫ്രീ ആയതുകൊണ്ടാണോ നിങ്ങളുടെ മകൻ ഇങ്ങനെയായത്? എന്നെ രക്ഷിച്ചത് കൊണ്ടാണോ നിങ്ങളുടെ മകൻ ഇങ്ങനെ അപകടം വരുന്നത്? ഞാൻ അന്ന് കൊടുത്ത മറുപടി ഇങ്ങനെയായിരുന്നു, അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഒരാളെ രക്ഷിക്കുമ്പോൾ ഒരാൾക്ക് പ്രാർത്ഥിച്ചപ്പോൾ ഇവിടെ ഒരു ആൾ മരിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഓരോരുത്തർ പ്രാർത്ഥിക്കുമ്പോഴും അവർ രക്ഷപ്പെടുമ്പോൾ ഇവിടെ മരിക്കില്ലേ? അപ്പം ഇവിടെ വീട്ടിൽ മരിക്കാൻ പിന്നെ ആളില്ലാണ്ടാവും. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയാവാൻ വഴിയില്ല, ഇതൊക്കെ ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന്. അങ്ങനെ അന്ന് കൊണ്ടുവന്ന മുല്ലപ്പൂവ് ലൂർദ് പള്ളിയിലാണ് കൊണ്ടിട്ടത്. എനിക്ക് എല്ലാ കാര്യങ്ങളും നല്ല ഓർമ്മയുണ്ട്. കീമോതെറാപ്പി കഴിഞ്ഞ് ഞാൻ ജീവിതത്തിൽ കുറേ അനുഭവങ്ങൾ പഠിച്ചു. കുറേ കാര്യങ്ങളൊക്കെ മറന്നെങ്കിലും ഇങ്ങനെ കാര്യങ്ങളൊന്നും ഞാൻ മറന്നിട്ടില്ല. ഇതെനിക്ക് ഓർമ്മകളൊക്കെ തിരിച്ച് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഓർത്തു അങ്ങനെയാവില്ല. അപ്പം മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേറൊരു വശം കൂടി ഉണ്ട് കേട്ടോ. ആ മകൻ പറഞ്ഞതിൽ കുറച്ച് കാര്യമുണ്ട്. നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതിനു വേണ്ടിയുള്ള സഹനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും, ഉറപ്പാണ്. ആൾക്കാർ മരിക്കുന്നൊന്നും ഞാൻ പറയില്ല. അങ്ങനെ മരിക്കാൻ തുടങ്ങിയാൽ ഒരു രക്ഷയില്ലല്ലോ. ഞാൻ ആ മകന് വേണ്ടി, എൻ്റെ മകനാണ് ഇന്നും, ഞാൻ ആ മകന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ആ മകന് വേണ്ടി അന്നും പ്രാർത്ഥിച്ചിരുന്നു. കാരണം ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന ആ മകന് വേണ്ടി ഒന്ന് സംസാരിക്കാൻ അവൻ്റെ ഫ്രണ്ടാണ് എന്നോട് ആദ്യം പറഞ്ഞ് ഞാൻ ആ മകനോട് സംസാരിക്കുന്നത്. അങ്ങനെ ഉള്ളൊരു സന്ദർഭത്തിൽ എനിക്ക് 2 ആൺകുട്ടികളല്ലേ, ഞാനപ്പോൾ എൻ്റെ മനസ്സുകൊണ്ട് ഒരു മകനായിട്ട് ഞാൻ ആ ആളെ അംഗീകരിച്ചു, ആ വ്യക്തിയെ അംഗീകരിച്ചു. എന്നിട്ടാണ് അത് വിചാരിച്ച് എൻ്റെ സ്വന്തം പുത്രനാക്കി കൂട്ടിയെന്നല്ല, നമ്മുടെ മകനെപ്പോലെ മക്കളെപ്പോലെ ഒരു കുട്ടി വഴി തെറ്റരുതല്ലോ എന്ന് വെച്ച് ഞാനങ്ങനെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. കുറേ കോയമ്പത്തൂർ പോയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ ഓർക്കുന്നുണ്ട്, ഏതൊരു PSG ഹോസ്പിറ്റലൊക്കെയാണ് ഞാൻ അന്ന് പോയിട്ട് പ്രാർത്ഥിക്കണേ. എണ്ണയും മാതാവിൻ്റെ അന്നുണ്ട് ഈ പൂജ്യവസ്തുക്കൾ കൊണ്ടു നടക്കുന്ന പരിപാടി. അപ്പോൾ ഞാനിത് പറഞ്ഞു വന്നത്, ഒരാൾക്ക് വേണ്ടി നമ്മൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ, ഈ മാധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഒരാളെ നമ്മൾ കയ്യിലെടുത്തിട്ടാണ് ഈശോയ്ക്ക് കൊടുക്കുന്നത്. ആ ആൾ രോഗിയാണെങ്കിൽ ആ രോഗത്തിൻ്റെ അവസ്ഥകൾ അവിടെ ഉണ്ടാവും. നമ്മൾ മുല്ലപ്പൂവ് കയ്യിലെടുത്ത് അങ്ങോട്ട് കൊടുത്താലും ആ പൂവിൻ്റെ മണം കുറച്ച് നേരം ഇവിടെ ഉണ്ടാവും അല്ലേ? അതുപോലെ മോശപ്പെട്ടൊരു സാധനമാണ് കയ്യിലെടുത്ത് കൊടുക്കണമെങ്കിൽ ആ കൊടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ആ മോശപ്പെട്ട വാസന നമ്മുടെ കയ്യിൽ കുറച്ച് നാളുണ്ട്, അത് കഴുകി എടുക്കേണ്ടി വരും. അപ്പം നമ്മൾ ഒരു ആൾക്ക് വേണ്ടി മാധ്യസ്ഥം, ദൈവമേ ആ മകൻ്റെ രോഗം മാറണേ എന്ന് എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ അത് ശരിക്കും മധ്യസ്ഥ പ്രാർത്ഥനയായിരുന്നു. അപ്പോൾ ഈശോ പറഞ്ഞു, നീ ഇവിടെ ഒരു മകനെ രക്ഷിക്കണമെങ്കിൽ നിൻ്റെ മകൻ കുറച്ച് സഹിക്കേണ്ടി വരും, നീയും കുറച്ച് സഹിക്കേണ്ടി വരും. അങ്ങനെ ഒരു ലോജിക്ക് ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് അന്ന് ഈ കോയമ്പത്തൂരിൽ നിന്ന് വന്ന മകൻ ചോദിച്ചപ്പോൾ എനിക്ക് കാര്യം പിടികിട്ടി. കാരണം മധ്യസ്ഥ പ്രാർത്ഥന വരം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. എന്തായാലും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, ജീവൻ
അതിൻ്റെ അധിപൻ കർത്താവാണ്. കർത്താവ് ജീവൻ എടുക്കണമെന്ന് ആദിയിലെ ഗർഭത്തിൽ ഉരുവായപ്പോൾ മുതൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് പോകാൻ ഓരോ കാരണങ്ങളും ഓരോ ആളുകളും നിമിത്തമാകുന്നു എന്നേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ഇന്നാൾ കാരണം ജീവൻ പോയി, ഇന്നാൾ കാരണം സംഭവം ഉണ്ടായി, അങ്ങനെ പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല. ജീവൻ എന്ന് മരിക്കും എന്നുള്ളത് കർത്താവ് എഴുതി വെച്ചിട്ടുണ്ട്, അന്ന് തന്നെ മരിക്കുള്ളൂ. അപ്പം അങ്ങനെ അത് കഴിഞ്ഞ് വന്ന് എൻ്റെ മോനെ 5 ദിവസത്തിന് ശേഷം ഷോൾഡർ ബോണൊക്കെ പൊട്ടി ഭയങ്കര പരിതാപകരമായ അവസ്ഥയിൽ ബോഡിയൊക്കെ ഫുൾ പാക്ക് ചെയ്ത് അവന് കിട്ടുകയാണ് ഞങ്ങൾക്ക്. പിന്നീട് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അവൻ രൂപതയിൽ മക്കൾക്ക് സെമിനാരിയിൽ ചേരാൻ ക്യാമ്പിന് പോകുന്നുണ്ട്. പക്ഷേ രൂപതയിൽ സെലക്ഷൻ കിട്ടിയില്ല, കാരണം അവനൊരു ആവറേജ് സ്റ്റുഡൻ്റാണ്. പിന്നീടാണ് CMI സഭയിലേക്ക് പോകുന്നതും അവിടെ പോയി വൈദിക പഠനം തുടങ്ങുന്നത് അവിടെ വെച്ചാണ്. അങ്ങനെ എൻ്റെ മകൻ പഠനങ്ങൾ പൂർത്തിയാക്കി സെമിനാരിയിൽ ചേർന്ന് 2 കൊല്ലം കഴിഞ്ഞപ്പോൾ മുതൽ സാത്താൻ വെറുതെ ഇരുന്നിട്ടില്ല. അവന് എന്തോ ഒരു പ്ലാനുണ്ട്, ഈ ഇടവകയിൽ ഒരു വൈദികൻ ഉണ്ടാകരുത് എന്ന്. കാരണം ഞാനിവിടെ വരുമ്പോൾ ഇന്ന് വരെ ഒരു സെമിനാരി കുട്ടിയില്ല. സെമിനാരിയിൽ പോകാമെന്ന് ചിന്തിച്ചോ എന്ന് പറയുന്നുണ്ട് 2 ആൺകുട്ടികൾ. എനിക്കറിയില്ല, എരയിമംഗലത്ത് മരിച്ചു, ബസ്സിടിച്ച് മരിച്ചു. അന്ന് ഞാൻ കാറ്റഗിസം ടീച്ചറായിട്ട് ശുശ്രൂഷ ചെയ്യുമ്പോൾ ആൺകുട്ടികൾ എന്നോട് വന്നിട്ട് ചോദിച്ച ചോദ്യം, ടീച്ചറെ സെമിനാരിൽ പോകാന്ന് പറഞ്ഞാൽ ബസ് പിടിച്ച് മരിക്കുമോ? ഞാൻ പറഞ്ഞു, നിങ്ങളെന്താ ഇങ്ങനെ ചോദിക്കണേ? അപ്പോഴാണ് ആ ഹിസ്റ്ററിയൊക്കെ അറിയണേ, 2 പിള്ളേർ അവിടെ ബസ് പിടിച്ച് മരിച്ചിട്ടുണ്ടെന്ന്. അപ്പം അന്ന് ഞാൻ അവരോട് പറഞ്ഞു, അതെനിക്കറിയില്ല മക്കളെ, ടീച്ചർക്ക് അറിയില്ല ഇങ്ങനെ സെമിനാരിൽ പോയ സെമിനാരിൽ പോകാമെന്ന് വിചാരിച്ച ബസ് പിടിച്ച് മരിക്കുമോ? അങ്ങനെയാണെങ്കിൽ പിന്നെ ഇന്ന് ഒറ്റ പുരോഹിതരുണ്ടാവാൻ പാടില്ലല്ലോ. സെമിനാരിൽ പോകാമെന്ന് വിചാരിച്ചവരൊക്കെ ബസ് പിടിച്ച് മരിക്കുകയാണെങ്കിൽ പിന്നെ എങ്ങനെ പുരോഹിതന്മാരുണ്ടായ? ഇത്രയും പുരോഹിതന്മാരില്ലേ, അതൊന്നും ആയിരിക്കില്ലേ കാരണം എന്നൊക്കെ പറഞ്ഞ്. എന്നിട്ട് ഞാൻ പറഞ്ഞ, ഇപ്പം എൻ്റെ ഒരു മകനുണ്ട്, അവന് സെമിനാരിൽ പോകണമെന്ന് കുറേ ദിവസം ലാഞ്ചനയുണ്ട്. ഈ പുതപ്പൊക്കെ എടുത്ത് കൂട്ടി വെച്ചിട്ട് ചിരട്ടയും പിടിച്ച് അന്നാപസക തിരുനാളെന്നൊക്കെ പറയണത് ഞാൻ കണ്ടിട്ടുണ്ട് റൂമിൽ വെച്ചിട്ട്. അപ്പോൾ ഞാൻ അന്നത് കേട്ടോട് കൂടി പിന്നെ എൻ്റെ മകൻ ഈ സെമിനാരികളുടെ കാര്യം പറയുമ്പോൾ ഞാൻ മിണ്ടാതിരുന്നോളൂ, സെമിനാരിക്കൊന്നും പോകണ്ട, അങ്ങനെ പോകണമെങ്കിൽ ഇവിടുന്ന് നമുക്ക് സ്ഥലം മാറി പോകേണ്ടി വരും, ഇവിടെ ഇങ്ങനെയൊക്കെ പറയണേ. അന്നത്തെ അറിവില്ലായ്മയാണ്. എന്തായാലും 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അവൻ സെമിനാരിൽ പോയി. സെമിനാരിൽ പോയത് പിന്നെ കുറേയധികം സഹനങ്ങളാണ്. എത്രയോ പ്രാവശ്യം മലേറിയ വന്നു, 2 പ്രാവശ്യം മഞ്ഞപ്പിത്തം വന്നു, 2 പ്രാവശ്യം ഡെങ്കുപ്പനി വന്നു. ഇതിനെയൊക്കെ അതിജീവിച്ച് 5ാം വർഷത്തിൽ അവർക്ക് ഉടുപ്പ് കിട്ടും, സഭാവസ്ത്രം. ഉടുപ്പ് ഇട്ടതിന് ശേഷം അപ്പോൾ ഉടുപ്പ് ഇട്ടതിന് ശേഷം ഇടവകയിലേക്ക് ആദ്യമായിട്ട് വരാൻ നിൽക്കുന്ന സമയത്താണ് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്രിക്കറ്റ് ബോൾ അടിച്ചിട്ട് വലത്തെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടമാവുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഈ കുട്ടിയുടെ പിന്നാലെ ഇങ്ങനെ സഹനങ്ങൾ കണ്ടപ്പോൾ വലിയൊരു പ്രവാചക ശബ്ദം ആ ആളുടെ അടുത്തൊക്കെ പോയി. അങ്ങനെ പോയപ്പോൾ ഒരു മലമുകളിൽ, അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞ സന്ദേശം, ഇയാൾ പുരോഹിതനാവില്ല, ബ്രേക്ക് എടുത്തോളാന്ന് പറഞ്ഞു. കാരണം ഞങ്ങളുടെ ഇടവകയിൽ അങ്ങനെ ആകാതിരിക്കാനുള്ള കുറേ പാപബന്ധനങ്ങളുണ്ടെന്ന് പറയുന്നു. അങ്ങനെ ആ മലമുകളിൽ വെച്ച് ഈ സന്ദേശം കേട്ടപ്പോൾ അന്നും കർത്താവ് എന്നോട് സംസാരിച്ചു. ഞാൻ ഇവനെ എൻ്റെ പുരോഹിതനായിട്ട് വെച്ച് കഴിഞ്ഞു എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പം ഞാൻ ഓർത്തു, ആ കിട്ടിയ സന്ദേശം ഞാൻ വെറുതെ വിട്ടു, ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ലല്ലോ. അങ്ങനെ പിന്നെ ഞാൻ മുന്നോട്ട് പോയി. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, എത്ര വലിയ പ്രവാചകനായാലും ചിലപ്പോഴൊക്കെ ദൈവം സന്ദേശം തെറ്റിച്ചു കൊടുക്കും. അത് അവരുടെ എന്തെങ്കിലും കുറവുകൊണ്ടായിരിക്കാം, നമ്മുടെ കുറവുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ദൈവം അങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഒരു വരം കിട്ടിയ ആളുടെ അടുത്ത് പോയിട്ട് എല്ലാ വരം ഉണ്ടെന്ന് വെച്ചിട്ട് പ്രാർത്ഥിക്കണ്ട. പലർക്കും പല തെറ്റുകളും വരുന്നുണ്ട്, എല്ലാവർക്കും എല്ലാവരും കിട്ടണമെന്നില്ല. നമ്മൾക്കൊരു ചെറിയൊരു ക്ലൂ കിട്ടും, അതാണെങ്കിൽ നടക്കാം എന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ പറയുള്ളൂ. കാരണം എൻ്റെ പാപം, എൻ്റെ പിഴ എൻ്റെ പാപം ഇങ്ങനെ ഉയർന്നു നിൽക്കുമ്പോൾ ദൈവം പറയുന്നതൊക്കെ ഞാൻ കേൾക്കും. ഞാൻ വലിയ ആളാണെന്നുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് ഞാൻ ഒന്നും ഷുവർ പറയില്ല. എനിക്കിങ്ങനെയൊക്കെയാണ് തരുന്നത്, നിങ്ങളിനി ആരോടെങ്കിലും ചോദിച്ചാൽ എന്തെങ്കിലും പറഞ്ഞോ എന്ന് പറയും.
എനിക്കൊരു പേടിയുണ്ട്, ഞാൻ പാപിയായതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഉടുപ്പിടണം. ഈ പ്രശ്നങ്ങളൊക്കെ അതിജീവിച്ച് ഉടുപ്പിട്ടതിന് ശേഷമാണ് കണ്ണടിച്ച് പോകുന്നത്. പ്രിയ സഹോദരങ്ങളെ, അന്ന് ആ പ്രവാചക ശബ്ദത്തിന് കിട്ടിയൊരു സന്ദേശം ശരിയായിരിക്കാം, കുറേ കാര്യങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ടാവാം. അപ്പം അദ്ദേഹം വിചാരിച്ചു ഇത് അച്ഛനാവില്ലെന്ന്. പക്ഷേ നമ്മൾ പറയില്ലേ, അതുക്ക് മേലാണ് കർത്താവിൻ്റെ പദ്ധതി. ജെറമിയ 29:11. മനുഷ്യൻ എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, അത് നിന്റെ നാശത്തിനല്ല ക്ഷേമത്തിലാണ്. ഈ ക്ഷേമത്തിനാണ് ശുഭകരമായ ഭാവി പ്രത്യാശയും നൽകുന്ന ഒരു പദ്ധതി. ഈ വർഷം തുടങ്ങിയപ്പോൾ ഈശോ തന്നു സുഭാഷിതങ്ങൾ 16. നിന്റെ പ്രയത്നം കർത്താവിനെ അർപ്പിക്ക്, നിന്റെ പദ്ധതികൾ ഫലമണിയും. മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമ തീരുമാനം കർത്താവിൻ്റെയാണ്. കർത്താവിന് എപ്പോൾ വേണമെങ്കിൽ സന്ദേശങ്ങളൊക്കെ മാറ്റിമറിക്കാം. അതങ്ങനെയാണ് ദൈവഹിതം എന്ന് പറഞ്ഞാൽ നമുക്ക് ചോദ്യം ചെയ്യാനൊന്നും അർഹതയില്ല. അല്ലെങ്കിൽ ഒരു പക്ഷേ കർത്താവ് കാണിച്ചു തന്ന കാര്യം മനസ്സിലാകാതെ പോയത് നമ്മുടെ പാപങ്ങൾ കൊണ്ടായിരിക്കാം, നമ്മുടെ ഹൃദയവിശുദ്ധിയുടെ കുറവ് കൊണ്ടാണ്. എന്തായാലും ഈ ഉടുപ്പിട്ടിട്ട് ഇവന് ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല. അങ്ങനെ എറണാകുളത്തൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാം എന്ന് പറഞ്ഞു നിൽക്കുന്ന സമയത്ത് ഈശോ വീണ്ടും എന്നോട് സംസാരിച്ചല്ല, കോയമ്പത്തൂർ അരവിന്ദ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. അങ്ങനെ ഞാൻ അവിടുത്തെ സുപ്പീരിയർച്ചന്മാരൊക്കെ പറഞ്ഞു, വേണ്ട, എറണാകുളത്തേക്ക് കൊണ്ടുവരണ്ട, നിങ്ങൾ കോയമ്പത്തൂർക്ക് എത്തിയാൽ മതി, ഞങ്ങൾ കോയമ്പത്തൂർ വന്നോളാം എന്ന് പറഞ്ഞു. അങ്ങനെ കോയമ്പത്തൂർ അരവിന്ദ് ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഈ കോയമ്പത്തൂർ എന്ന് പറയുന്ന നാട് എനിക്ക് ഏറെ സന്തോഷവും ഏറെ വേദനയും തന്നിട്ടുള്ളൊരു നാടാണ് കോയമ്പത്തൂർ. അപ്പോൾ ആ കോയമ്പത്തൂർക്കാണ് ഞാൻ പോകുന്നത് എൻ്റെ മകനെ കൊണ്ടുവരാൻ. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മോളിൽ നിന്ന് അവൻ്റെ അച്ഛൻ ഇവനെ കൈപ്പിടിച്ച് കൊണ്ടുവരുന്നുണ്ട്. 6 അടി മുകളിലേക്കാൾ ഉയരമുള്ള എൻ്റെ മകൻ അന്തന്മാരുടെ കണ്ണാട വെച്ചിട്ട് ആ അച്ഛൻ്റെ കൈ പിടിച്ചിറങ്ങി വന്നപ്പോൾ എൻ്റെ മനസ്സിലൊരു കാളൽ വന്നിട്ടുണ്ട്. ദൈവമേ, ഇനി ഇവനെ മരണം വരെ നമ്മൾ നോക്കേണ്ട വരുമോ? ഇവനൊരു അന്ധനായി മാറുമോ കർത്താവേ? ആ ഒരു ആ ഒരു അനുഭവം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഞാനും എൻ്റെ ഭർത്താവും നോക്കി നിന്നു, ഈശോയെ ഇവൻ്റെ ജീവിതം കഴിഞ്ഞു. അങ്ങനെ ഇറങ്ങി വന്നപ്പോൾ എൻ്റെ മകൻ പറഞ്ഞു, അമ്മച്ചി പേടിക്കൊന്നും വേണ്ട, എല്ലാം ശരിയാവും. ഞാൻ പേടിക്കൊന്നും വേണ്ട, എല്ലാം ശരിയാവും. അരവിന്ദ് ഹോസ്പിറ്റലിലേക്ക് പോകണം. അരവിന്ദ് ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു, എന്തുകൊണ്ടാണ് ഇത് ഉണ്ടായ വശം കൊണ്ടുവരാൻ? ഇപ്പോൾ റൈറ്റ് ഐ ഈസ് ഗോൺ, പക്ഷെ അത് കെട്ടിവെച്ചതുകൊണ്ട് പഴുത്തു, അത് ഇടത്ത് കണ്ണിലേക്ക് കൂടി വ്യാപിച്ചു. നിങ്ങളിനി ഇടത്ത് കണ്ണ് ശരിയാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ് പിന്നെ കുറേ ട്രീറ്റ്മെൻറ്റുകൾ ഞങ്ങൾ കോയമ്പത്തൂർക്ക് കുറേ നടന്നിട്ടുണ്ട്. അങ്ങനെ ട്രീറ്റ്മെൻറ്റുകളുടെ പേരൊന്നും എനിക്കറിയാൻ പറ്റുന്നില്ല, ഓരോന്നോരോന്നൊക്കെ കണ്ണിന് ചെയ്യലും. അപ്പം 72 തവണ തുള്ളിമരുന്ന് ഒഴിക്കണം. അതിൻ്റെ പേരിൽ പ്രൊവിൻഷ്യൽ അച്ഛൻ അന്ന് വന്നിട്ട് വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞു, ഇവൻ ഇവിടെ ഇരുന്നോട്ടെ, നിങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിൽ അവരോട് നോക്കാൻ തയ്യാറാണ്, പക്ഷെ എന്നാലും ഞാൻ ഇവിടെ ഇരുന്നോട്ടെ, ഞങ്ങൾ നോക്കിയോളാം. അങ്ങനെ പറഞ്ഞ് ഒരു 5 മാസത്തോളം ഈ പുരോഹിതനാവാൻ പോകുന്ന എൻ്റെ മോൻ ഇവിടെ താമസിക്കുകയാണ്. ഓരോ പ്രാവശ്യം ഓരോ തുള്ളിമരുന്നിന് 10ഉം 5ഉം, അപ്പം മൊത്തം ഒരു 70 പ്രാവശ്യം തുള്ളിമരുന്ന് വീത്താണ്ട്. അപ്പം ഈ ഇടത്തെ കണ്ണിനെ അടച്ചു വെച്ചിരിക്കുക. നല്ല കണ്ണെന്ന് വേണം തോന്നിയതിൽ അടച്ചു വെച്ചിട്ട് ഈ പൊട്ട കണ്ണ്, പോയ കണ്ണിനെ തുറന്നു വെച്ചിട്ടുണ്ട്. അത് ആക്റ്റീവ് ആവാനാണെന്ന് അന്ന് പറഞ്ഞത്. കുറേ കാര്യങ്ങളൊക്കെ പറയണ്ട, അതൊന്നും എനിക്ക് എല്ലാം ഒന്നും വിവരിച്ച് പറയാൻ ഞാൻ മെഡിസിൻ പഠിച്ചിട്ടുള്ള ആളൊന്നുമല്ല. ഇങ്ങനെയൊക്കെയാണ് അന്നത്തെ ഓർമ്മ. അങ്ങനെ വെച്ചിട്ടുണ്ട് ഇവിടെ ട്രീറ്റ്മെൻറ്റ് നടത്തുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഇടവകയിൽ അച്ഛൻ ഈ ഉടുപ്പിട്ടിട്ട് ഇങ്ങോട്ടൊരാൾ വരില്ല എന്തോ ഒരു സന്ദേശമുണ്ട് ഇടവകയെക്കുറിച്ച്. അതുപോലെ തന്നെ സംഭവിച്ചു. ഉടുപ്പ് കൊണ്ടുവരാൻ പറ്റിയില്ല. പക്ഷെ പിന്നീട് അച്ഛൻ പറഞ്ഞു ഉടുപ്പും കൂടെ കൊണ്ടുവരാൻ. അപ്പോൾ അവന് ഉടുപ്പ് കൊണ്ടുവന്നു. അപ്പോഴേക്കും ഇവിടെ ട്രീറ്റ്മെൻറ്റുകൾ കഴിഞ്ഞു. പ്രിയ സഹോദരങ്ങളെ, ഞാനിന്ന് പറയാൻ പോകുന്നത്, പരിശുദ്ധ അമ്മ ആദ്യം സഹനം തന്നു, എന്നിട്ട് അമ്മ ദർശനം വന്നു. ആദ്യം സഹനം വരുന്നു, മുന്നറിയിപ്പ് തന്നു, പിന്നെ ദർശനത്തിൽ വന്നു, പിന്നെ കൃപ തന്നു, അത് കഴിഞ്ഞ് വീണ്ടും സഹനം തന്നു മോനെ കൂടെ. എന്നിട്ട് എൻ്റെ ഇവിടുത്തെ പ്രാർത്ഥനയിൽ ആദ്യത്തെ അത്ഭുതം നടന്നിട്ടുള്ളത്, ചൊവ്വാഴ്ച ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കെൽവിൻ
ഇവിടെ ഈ റൂമിൽ അമ്മാമിയുണ്ട്, എൻ്റെ അമ്മയുണ്ട്. അപ്പോൾ അമ്മാമി മോനെ റൂമിൽ കിടക്കുക. അങ്ങനെ കണ്ണൊക്കെ കെട്ടിയിട്ട് അപ്പോൾ പോയ കണ്ണ് തുറന്നു വെച്ചു, നല്ല കണ്ണ് അടച്ചു വെച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് സന്തോഷ രഹസ്യത്തിൻ്റെ 4ാമത്തെ രഹസ്യം പരിശുദ്ധ അമ്മ ഈശോയെ ശെമയോൻ്റെ കയ്യിൽ സമർപ്പിക്കുന്നു. ഞാൻ അങ്ങനെ സമർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ മോനെയും സമർപ്പിക്കുന്നു. നീ അന്ന് മോനെ സമർപ്പിച്ചതുപോലെ ഞാൻ എൻ്റെ മോനെ ഈശോയ്ക്ക് വേണ്ടി സമർപ്പിച്ചതാ, ദേ മാതാവിലേക്ക് തരണം. ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്നോടൊരു സ്വരം പറയാണ്, അമ്മ മാതാവ് പറയണം, മോളെ എൻ്റെ പുരോഹിതനെ നീ ഇവിടെ കൊണ്ടുവന്നിരുത്ത് എന്ന്. അന്ന് അമ്മ പറഞ്ഞ ഡയലോഗ് ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞു അവൻ പുരോഹിതനാവുമെന്ന് ഉറപ്പൊന്നുമില്ല, കണ്ണുപോയ ആളിനി പൗരോഹിത്യത്തിലേക്ക് എടുക്കുമോ? CMI സഭ എടുത്തു. കുറവുകളെയൊക്കെ നിറവുകളാക്കുന്ന ഒരു കൂട്ടായ്മയിലാണ് അവൻ ചെന്ന് പെട്ടത്. അതുകൊണ്ട് ഇന്ന് പുരോഹിതനായിരിക്കുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞ് 4ാമത്തെ രഹസ്യത്തിൽ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ ഞാൻ അവനെ കൊണ്ടുവന്ന് ഇവിടെ ഇരുത്തി. 4ാമത്തെ രഹസ്യത്തിൽ അമ്മ ഇത് പറഞ്ഞ് അടുത്ത നിമിഷം എൻ്റെ മകൻ പറഞ്ഞതാണ്, ഈ ചൊവ്വാഴ്ച ജപമാല കൂട്ടായ്മ. ജപമാല എന്ന് പറഞ്ഞാൽ ജോൺ പോൾ 2 മാർപ്പാപ്പ പറഞ്ഞല്ലോ, കുടുംബങ്ങളിലെ കുർബാനയാണ് പരിശുദ്ധ ജപമാല എന്ന്. ക്രിസ്തുവിൻ്റെ മുഖത്ത് നോക്കിയുള്ള ധ്യാനമാണ് പരിശുദ്ധ ജപമാല, അല്ലാണ്ട് അമ്മയുടെ പ്രാർത്ഥനയല്ല. വചനം റിപ്പീറ്റ് ചെയ്യുന്ന പ്രാർത്ഥനയാണ് ജപമാല. അതിൽ കൂടെ നമുക്ക് നേടാൻ കഴിയാത്തൊന്നുമില്ല. പക്ഷെ പരിശുദ്ധ കുർബാന കഴിഞ്ഞാൽ പരിശുദ്ധ ജപമാല, അങ്ങനെ കൂട്ടമായിരുന്നു പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കും. അന്ന് പരിശുദ്ധ അമ്മ ചെയ്ത അത്ഭുതമാണ് ഈ കൂട്ടായ്മയിലത്തെ ഏറ്റവും ആദ്യത്തെ അത്ഭുതം. എൻ്റെ സഹനത്തിൽ കൂടെ വന്ന ഈ പ്രാർത്ഥനയിലൂടെ വന്ന അത്ഭുതം. എൻ്റെ മകൻ പറഞ്ഞു പെട്ടെന്ന്, അമ്മച്ചി ഒരു വെള്ള സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് ഞാൻ കാണുന്നുണ്ട് എന്ന്. ഞാൻ പറഞ്ഞു, ദൈവമേ, റെറ്റിന തകർന്ന് കുഴി പോലെ കിടക്കുക, റൈറ്റ് ഈസ് ഗോൺ എന്ന് പറഞ്ഞിട്ട് എൻ്റെ മോന് പ്രകാശം ഒരിക്കലും വരാണ്ട്, മോനെ നീ കാണുന്നത് ശരിയാണ്. ആ അമ്മച്ചി വൈറ്റ് ഒരു സാധനം അങ്ങോട്ടും കൊണ്ട് പോകണ്ട, ആ സാധനം ഞാനാണ്. അന്ന് ഞാൻ വൈറ്റ് മാക്സിയാണ് ഇട്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. എന്നിട്ട് അന്ന് വണ്ടി വിളിച്ച് കോയമ്പത്തൂർ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്. അവിടെ ഹിന്ദിക്കാരും തമിഴന്മാരാണല്ലോ ഡോക്ടേഴ്സ്. ആ ഡോക്ടർ സുജാതയാണെന്ന് തോന്നുന്നു, അതില്ല കോർണിയർ സെക്ഷനിൽ. എന്നിട്ട് ഡോക്ടറോട് ഞാൻ പറഞ്ഞു, ഡോക്ടറെ എൻ്റെ മോന് പ്രകാശം വന്നു തോന്നണു, അപ്പോൾ കാണുന്നുണ്ട് എന്ന്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, പാവ അമ്മ. നേഴ്സിനോട് പറഞ്ഞു, ഈ അമ്മേനെ ഒന്ന് കൗൺസിലിങ് ചെയ്യുന്നു, എനിക്കുള്ള മാനസിക വിഭ്രാന്തി കൊണ്ടാണെന്ന് വെച്ചിട്ട്. അപ്പം എൻ്റെ മോൻ പറഞ്ഞു, അല്ല ഡോക്ടർ, എനിക്ക് എന്തോ കാണാൻ കഴിയുന്നില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, എങ്ങനെ? ഡോക്ടർ കൈ കാണിച്ചു പറഞ്ഞു, ഇപ്പം എന്തെങ്കിലും കാണുന്നുണ്ടോ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എന്തോ ഒരു സാധനം മൂവ് ചെയ്യുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട് എന്ന്. ഡോക്ടർ പറഞ്ഞു, റിയലി എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അതെ, എന്നാൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ പറഞ്ഞത് എപ്പോഴാണ് ഈ കാഴ്ച ഇങ്ങനെ പ്രകാശം വന്നത്? അപ്പോഴും എൻ്റെ കയ്യിലൊരു ജപമാലയുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു, ഞങ്ങളെല്ലാവരും ജപമാല ജപിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ കാഴ്ച വന്നത്, ഈ പ്രകാശം വന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ജപമാല? ഓക്കെ, ഏത് മാലയാണെങ്കിലും അത് തന്നെ ജപിച്ചോ, ഇനി നമുക്ക് പോസിബിലിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് വീണ്ടും ചെക്കപ്പിന് കൊണ്ടുപോകാം. എന്നിട്ട് പറഞ്ഞു, ഇറ്റ്സ് എ മിറക്കിൾ. ഇതെങ്ങനെ ഈ തകർന്ന റെറ്റിനയിൽ പ്രകാശം വന്നിരിക്കുന്നത്? ഇനി പോസിബിലിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് ട്രീറ്റ്മെൻറ്റുകൾ തുടങ്ങുകയാണ്. അങ്ങനെ തുടങ്ങിയതിന് ശേഷമാണ് പിന്നീട് കാഴ്ച കുറച്ച് കൂടുതൽ കിട്ടിയത്. ഇപ്പോഴും പൂർണ്ണമായിട്ട് കാഴ്ചയൊന്നുമില്ല. ഞാൻ നിങ്ങളോട് ഒരിക്കലും പറഞ്ഞില്ല ജപമാല ചെയ്തുകൊണ്ട് അത്ഭുതകരമായിട്ട് കെൽവിൻ അച്ഛന് കണ്ണ് കിട്ടിയെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷെ ഒരു പ്രകാശം വന്നത് ജപമാലയിൽ വെച്ചാണ്. ഇന്നും നോക്കുമ്പോൾ നമ്മുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ മുഖം മാത്രം കാണുള്ളൂ, റൈറ്റ് കയറി ഇവിടെയൊക്കെ ഇരുട്ടാണ്. ആ കണ്ണും വെച്ചിട്ടാണ് ഇന്ന് അച്ഛൻ പട്ടം സ്വീകരിച്ച് 4ാം വർഷത്തിലേക്ക് ഫാദർ കെൽവിൻ നിൽക്കുന്നത്. പ്രിയ കൂട്ടുകാരെ, ഞാനിത് ഈ പങ്കുവയ്ക്കൽ അവസാനിപ്പിക്കുകയാണ്. പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെ കൂടാൻ തുടങ്ങിയാൽ, എൻ്റെ അനുഭവത്തിൽ അമ്മയ്ക്ക് ഇങ്ങോട്ട് വരാൻ അമ്മ പ്ലാറ്റ്ഫോം ഒരുക്കിയത്, ഈശോയ്ക്ക് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ഈശോ പ്ലാറ്റ്ഫോം ഒരുക്കുകയായിരുന്നു. എൻ്റെ ഹൃദയം, എൻ്റെ ജീവിതം ആ ഒരുക്കിയത് എന്നെ ഈ ലോകത്തിലെ എല്ലാ ബന്ധങ്ങളും വിടിയിക്കാൻ തക്ക ഒരു സഹനം തന്നിട്ടാണ്. അങ്ങനെ എന്നെ രൂപപ്പെടുത്തി. ഞാൻ ഒരിക്കലും ചോദിച്ചിട്ടില്ല കേട്ടോ, എനിക്ക് സഹനം തരൂ, എനിക്ക് വിശുദ്ധിയാവണം, ഞാൻ ഒന്നും പ്രാർത്ഥിച്ചിട്ടില്ല. ജീവിക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ, ജോലി കിട്ടണം, സാധാരണ ഒരു ജീവിതം നയിക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെയുള്ള എന്നെ
ഇത്രയും നല്ല ഒല്ലൂർ ഇടവകയെന്നും തൃശ്ശൂരിൽ നിന്നൊക്കെ പറിച്ചു മാറ്റി കുഗ്രാമത്തിൽ കൊണ്ടുവന്നിട്ട് വലിയൊരു സഹനം തന്ന് കർത്താവും മാതാവും അവർക്ക് ഇരിക്കാനുള്ള പ്ലാറ്റ്ഫോം ഒരുക്കുകയായിരുന്നു. അങ്ങനെ ഒരുക്കിയതിന് ശേഷം കൃപ തരികയായിരുന്നു ഈ സഹനങ്ങളൊക്കെ സഹിക്കാനുള്ള ശക്തി. അതിനുശേഷം ഇനി എൻ്റെ മകനെ കൂടെ കൊണ്ടുപോയാൽ എങ്ങനെയിരിക്കും? അതിനാണ് കർത്താവ് ഒരു പരീക്ഷണം നടത്തിയത്. മകൻ മരിച്ചു. അതിനെ ഞാൻ ഈശോയുടെ കൃപ കൊണ്ട് അതിജീവിച്ചപ്പോൾ ദാ വരുന്ന സഹനങ്ങൾ. കണ്ണുപോയി. അങ്ങനെ കണ്ണുപോയി. അപകടത്തിൽ വെച്ചിട്ട് കയ്യിന് വിറ വന്നു. അങ്ങനെ എൻ്റെ മകൻ പറഞ്ഞു, ഞാൻ അച്ഛനാവോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ വെറുതെ പറഞ്ഞിട്ട്, ആ വിക്കനായിട്ടുള്ള മോശേനയല്ലേ ഇസ്രായേൽ ജനത്തിനെ നയിക്കാനെടുത്തത്, അതുപോലെ ഒറ്റക്കണ്ണനായിട്ടുള്ള നിന്നെയാവും ചിലപ്പോൾ പുരോഹിതനാക്കാൻ ഉദ്ദേശിക്കുന്നത്. തമാശയ്ക്ക് പറഞ്ഞതാ. പിന്നീട് എനിക്ക് തോന്നി അത് പറഞ്ഞതിൽ കടുപ്പായി പോയോന്ന്. പിന്നെ എൻ്റെ സംസാരം എങ്ങനെയായതുകൊണ്ട് അവർക്ക് വലിയ ഫീലിങ്സ് ഒന്നുമില്ല. ഞാൻ ഒറ്റക്കണ്ണായാലും രണ്ട് കണ്ണായാലും കർത്താവ് പറഞ്ഞാൽ നമുക്ക് പുരോഹിതനാവാന്നേ, ഇല്ലെങ്കിൽ കർത്താവ് എന്തെങ്കിലും പദ്ധതി ഉണ്ടാവും എന്ന് പറഞ്ഞ തമാശയൊക്കെ കാര്യങ്ങളിങ്ങനെ വിടുക. എന്നാൽ ടെൻഷൻ ഉണ്ടാവാൻ പാടില്ലല്ലോ. അങ്ങനെയാണ് പരിശുദ്ധ അമ്മ ഇവിടെ ഒരു അച്ഛന്, ഈ ഇടവകയിൽ ഒരു അച്ഛനെ ഉണ്ടാക്കിയെടുത്തത്. ഇപ്പം ഇന്ന് ഞാൻ വിചാരിക്കുകയാണ്, ഞാനന്ന് കന്യാസ്ത്രീ പോയിരുന്നെങ്കിൽ അരുവിമംഗലം ദേശത്ത് ഒരച്ഛനുണ്ടാവുമോ? ഉണ്ടാവില്ല. അപ്പോൾ നമ്മളൊന്ന് ചിന്തിക്കും, കർത്താവ് വിപരീതമായിട്ട് തരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ജെറമിയ 29:11 നിന്നെക്കുറിച്ചുള്ള എൻ്റെ പദ്ധതി വ്യത്യസ്തമാണ്, ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. പക്ഷെ നിങ്ങളോട് എനിക്ക് ഇന്നൊരു സന്ദേശം പറയാനുണ്ട്. ഈശോയും മാതാവിനെയും നിങ്ങൾ വല്ലാണ്ട് സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ആ പറച്ചിൽ ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ പൂർണ്ണമായിട്ട് നിങ്ങൾ വിട്ടുകൊടുക്കണം. നിങ്ങളുടെ ജീവിത പങ്കാളിനെ ചിലപ്പോൾ എടുത്തു മാറ്റും, നിങ്ങളുടെ മക്കളെ എടുത്തു മാറ്റും, നിങ്ങൾ നിത്യരോഗിയായി തീരും, അടിക്കടി അപകടങ്ങൾ വരും. അപ്പോഴൊക്കെ മനുഷ്യർ പറയും അവരുടെ പ്രവൃത്തി ദോഷം കൊണ്ടാ, അവൻ്റെ പ്രവൃത്തി ദോഷം കൊണ്ടാ. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ അത്രതക്ക പ്രവൃത്തി ദോഷങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഉള്ളിൽ ആനന്ദിച്ചോ, നിങ്ങളെ ദൈവം മണവാട്ടിയാകാൻ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ എൻ്റെ അടുത്തേക്ക് ചിലർ വരും, അയ്യോ എനിക്ക് ചേച്ചിയെ പോലെ ഇവിടെ രൂപം വയ്ക്കണം, ചേച്ചിയെ പോലെ പ്രാർത്ഥന. ഞാൻ വെറുതെ പറയല്ലേ. അങ്ങനെയാണെങ്കിൽ ലോകത്തിൻ്റെ എല്ലാവരും വെട്ടിമാറ്റേണ്ട വരും. മകൻ മരിച്ചു എന്ന് കേട്ടാ നീ എങ്ങനെ സ്വീകരിക്കും? അയ്യോ എനിക്കത് ഭയങ്കര വിഷമമാണ്. പിന്നെ നീ ചേച്ചിയുടെ പോലെ പ്രാർത്ഥിക്കാൻ തുടങ്ങണ്ട. പ്രിയ കൂട്ടുകാരെ, മധ്യസ്ഥ പ്രാർത്ഥന ഒരു ഭയങ്കരമായിട്ട് പ്രാർത്ഥനയാണ്. ഉള്ളറിഞ്ഞ് മധ്യസ്ഥം വഹിച്ചിട്ടുണ്ടെങ്കിൽ ആ രോഗം അപ്പോടെ കിട്ടും. പക്ഷെ അത് കൂടെ മരിക്കൊന്നുമില്ല, ദൈവം അത് മാറ്റും. പക്ഷെ സഹിക്കേണ്ടി വരും നമ്മൾ. അപ്പോൾ അതുകൊണ്ട് മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ പ്രൊട്ടക്ഷൻ ചോദിക്കണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കൂട്ടുകാരെ, ഞാനിവിടെ നിർത്തുകയാണ്. പരിശുദ്ധ അമ്മ 25 വർഷം മുമ്പ് വന്നതിന് ശേഷം തന്ന ആദ്യത്തെ അത്ഭുതമാണ് എൻ്റെ മകൻ അച്ഛനാവുക, എൻ്റെ മകൻ്റെ കണ്ണിന് കാഴ്ച ശക്തി കിട്ടുക. പൂർണ്ണമായിട്ടല്ല, അത്ഭുതകരമായിട്ട് കാഴ്ച കിട്ടിയെന്നും ഞാൻ പറയില്ല. ഇന്നും കാഴ്ചയുടെ വ്യത്യസ്തതയുണ്ട്. പക്ഷെ കാണാം, കുറച്ച് കാണാം, നേരിട്ട് നോക്കിയാൽ കാണാം. അപ്പുറത്തും കാണാൻ പറ്റില്ല, ഇരുട്ടാണ്. ആ കണ്ണും വെച്ച് ഇന്ന് ഭോപ്പാലിൽ നോർത്ത് ഇന്ത്യയിൽ കിലോമീറ്ററുകളോളം വണ്ടി ഓടിച്ചിട്ട് ഈ ഹൈ റേഞ്ച് കുന്നുകളുടെയും ഇതുകളുടെയൊക്കെ ഇടയിൽ അങ്ങനെ ഓടിച്ച് പോകുന്നുണ്ടെങ്കിൽ പ്രിയ കൂട്ടുകാർ, അത് ഈശോയുടെ കരുണയാണ്, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥമാണ്. അതുകൊണ്ട് തന്നെ ഈ ജപമാല എൻ്റെ ജീവനാണ്. അമ്മ ഒരു പദ്ധതി ഇട്ടിട്ടുണ്ട്. അതാണ് അമ്മ ഈ 25 വർഷമായിട്ട് ഇങ്ങനെ കൊണ്ട് നടക്കുന്നത്. ഞാൻ നിങ്ങളോട് അടുത്ത അനുഭവം പിന്നീട് പങ്കുവയ്ക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഇതിനോടൊപ്പം ചിലപ്പോൾ പരിശുദ്ധ അമ്മ കൊടുത്ത ഒരു പാട്ട് കൂടെ ഞാൻ പോസ്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്, ജപമാലയെക്കുറിച്ച്. ഞാൻ അത് പറ്റുകയാണെങ്കിൽ ഞാൻ ഇതിൽ കൂടെ പോസ്റ്റ് ചെയ്യാം കേട്ടോ. ഇതാണ് മാതാവ് പാട്ട് നൽകിക്കൊണ്ടിരിക്കുന്ന ഷീന വർഗീസ്. ഷീനയ്ക്ക് കിട്ടുന്ന പാട്ടുകളെല്ലാം എഴുതി വെച്ച് അത് ഓരോ സഹോദരിമാരെ കൊണ്ട് പാടിപ്പിക്കുകയാണ്. ഇന്ന് ജപമാല മണികളുടെ ഒരു പാട്ടാണ്. ജപമാല മണികളിൽ വിരലൊന്ന് തൊട്ടാൽ സ്വർഗ കവാടം തുറന്നു തരും. അമ്മ സ്വർഗത്തിൽ നിന്ന് എത്തി നോക്കുന്ന അമ്മ ജപമാല മണികളിൽ വിരൽ തൊട്ടാൽ. ഇതാണ് അമ്മ ഷീനയോട് പറഞ്ഞത്. അതുപോലെ അമ്മയുടെ അരികിൽ നമ്മൾ വന്ന് ജപമാല ചൊല്ലുമ്പോൾ അമ്മ മാതാവ് നമുക്കായി പ്രാർത്ഥിക്കും. അമ്മയുടെ ജപമാല മുത്തുകളിൽ നമ്മൾ കൈകൾ വയ്ക്കുമ്പോൾ അമ്മയുടെ ഹൃദയമാണ് നമ്മൾ കാണുന്നത്. അതിരുകളില്ലാത്ത അമ്മയുടെ സ്നേഹം, അമ്മയുടെ സ്നേഹം ഞങ്ങൾക്കായിട്ട് പകർന്നു തരണമേ എന്നാണ്
അമ്മ എഴുതി കൊടുത്ത വരികൾ. നമുക്ക് ഈ വരികൾ കേൾക്കാം. പാടുന്നത് ട്രീസയാണ്. പ്രിയ കൂട്ടുകാരെ, ധ്യാനിച്ച് ഓരോ പാട്ടും നമ്മൾ പാടുമ്പോൾ 1000 വട്ടം പ്രാർത്ഥിക്കുകയാണെന്നാണല്ലോ പറയുന്നത്. നമുക്ക് കേൾക്കാം ഈ പാട്ട്. പരിശുദ്ധ ജപമാലയിലൂടെ നടന്നൊരു വലിയ അത്ഭുതമാണ് കെൽവിൻ അച്ഛൻ്റെ കണ്ണിൽ പ്രകാശം വന്നത്. അതുകൊണ്ട് തന്നെ ഈ പാട്ട് എൻ്റെ ജീവിതത്തിൽ വളരെ അർത്ഥവത്താണ്. ഇത് ഒരു അത്ഭുതം മാത്രം. ഇനിയും മാതാവ് ജപമാല പിടിച്ചപ്പോൾ തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ പറയാനോ എഴുതി വയ്ക്കാനോ സാധിക്കാത്ത അത്രയുമുണ്ട്. പരിശുദ്ധ അമ്മയുടെ വലിയ സംരക്ഷണം ഈ പാട്ടിന് നമുക്ക് കേൾക്കാം. Bye.